ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷും കർഷക കോൺഗ്രസ് നേതാക്കളും കൃഷിമന്ത്രിക്ക് നിവേദനം നൽകി. കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാര തോത് വർദ്ധിപ്പിക്കും എന്ന കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ ഉറപ്പ്. വന്യമൃഗ ആക്രമണം മൂലം കർഷകർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാര തോത് വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷ് നൽകിയ നിവേദനം സ്വീകരിച്ച് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം അടിയന്തരമായി കൈക്കൊള്ളുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാർഷിക നഷ്ടപരിഹാരത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, കൃഷി, തദ്ദേശ സ്വയംഭരണ, വനം വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, കർഷക സംരക്ഷണ പദ്ധതികൾക്ക് പ്രത്യേക ധനസഹായം അനുവദിക്കുക, സമയബന്ധിതമായി നഷ്ടപരിഹാര തുക നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ രാമനിലയത്തിൽ അനുവദിച്ച പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് ഒല്ലൂർ മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ മന്ത്രിക്ക് മുന്നിൽ ഇവർ അവതരിപ്പിച്ചത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. ആന, കാട്ടുപന്നി, കുരങ്ങ്, മുള്ളൻപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് കർഷകരുടെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. വർഷം തോറും വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. ഇതുമൂലം നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ തേടിയതെന്ന് കെ.സി. അഭിലാഷ് പറഞ്ഞു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ.പി. എൽദോസ്, മണ്ഡലം പ്രസിഡന്റ് കെ.എം. പൗലോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് കുളങ്ങര എന്നിവരാണ് നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ശ്രീ അഭിലാഷിന്റെ നിവേദനം കിട്ടി. ആ നിവേദനത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, വന്യമൃഗശല്യത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നഷ്ടം അതിൻ്റെ തോത് കൂട്ടണം എന്നുള്ളതാണ്, എമൗണ്ട് കൂട്ടണം എന്നുള്ളതാണ് നഷ്ടപരിഹാരത്തിൻ്റെ. ഇത് ഗവൺമെൻറ് തീർച്ചയായും ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കും. ഗവൺമെൻറ് അതിലേക്ക് പോകും. വനം വകുപ്പും കൃഷി വകുപ്പും സംയുക്തമായിട്ടുള്ള ഒരു കൂടിയാലോചന കഴിഞ്ഞു. അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ കർഷകരെ ബാധിച്ചിരിക്കുന്ന വന്യമൃഗശല്യം അതീവ ഗൗരവതരമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശങ്ങളിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യം കാലങ്ങളായി നമ്മൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതിനൊപ്പം തന്നെ ആ നഷ്ടപരിഹാരം നൽകുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ നിരന്തരമായി സർക്കാർ സംവിധാനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നൊരു വസ്തുതയാണ്. ഇന്ന് ബഹുമാനനായ കേരളത്തിൻ്റെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇവിടെ തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും ഈ നിയോജകമണ്ഡലത്തിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വന്യമൃഗശല്യം ഉൾപ്പെടെ തടയുന്നതിനുള്ള കാര്യങ്ങൾ, കർഷകരുടെ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാര തോത് വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള ഒത്തിരി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ട കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കെ.പി. എൽദോസും, കർഷക കോൺഗ്രസിൻ്റെ പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ.എം. പൗലോസും, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ നേതാവ് പ്രിയപ്പെട്ട രാജേഷ് കുളങ്ങര ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് കൃഷിമന്ത്രിയെ ഞങ്ങൾക്ക് ഇന്ന് കാണുവാനുള്ള അവസരം ഒരുങ്ങിയത്. കൃഷിമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അടിയന്തരമായി ഈ വിഷയങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തതായി അദ്ദേഹം ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ, ആ നഷ്ടപരിഹാരങ്ങൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയുടെ തോത് വളരെ കുറവാണ് എന്നുള്ളത് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അടുത്ത മന്ത്രിസഭയിൽ തന്നെ ആ കാർഷിക നഷ്ടപരിഹാരത്തിനുള്ള തോത് വർദ്ധിപ്പിക്കുമെന്നും അത് ത്വരിത വേഗതയിൽ നൽകാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും നമുക്ക് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങളിലൊക്കെ അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രിയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ്.